വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുത്ത നിലപാടിൽ നിന്നും വ്യക്തമാകുന്നു. കോൺഗ്രസ് യഥാർത്ഥത്തിൽ BJPയുടെ അജണ്ടയുടെ ഭാഗമായി രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന പ്രഖ്യാപനം വന്നപ്പോൾ പ്രഖ്യാപനത്തിൻ്റെ ഉടൻ തന്നെ അവരുടെ പ്രതികരണം പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു. കേരളത്തിലാണ് അതിൻ്റെ മേലെ വലിയ ചർച്ച വന്നത്. അപ്പോഴും ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് സുധാകരൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വിശദീകരിച്ചത്. ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് പോലും സാധിച്ചിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിന് പോലും സാധിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം കേരളത്തിലാണ് മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു മാനസിക അടിത്തറയുള്ളത്. അവിടെ പോലും കോൺഗ്രസിന് സത്യം പറഞ്ഞാൽ ആദ്യ ഘട്ടത്തിൽ അങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ ആയില്ല. ഇപ്പോഴും കോൺഗ്രസിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതൃനിരയിലുള്ള മന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ ആ ഉദ്ഘാടന ചടങ്ങ് ഒരു പരിപാടിയാക്കി മാറ്റാനും സംസ്ഥാനത്തുടനീളം തന്നെ ആ പരിപാടിയുടെ ഭാഗമായിട്ട് ദീപാലങ്കാരം ഉൾപ്പെടെ നടത്താനും ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. UP, കർണാടക, ഹിമാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള പാർട്ടി കോൺഗ്രസ് നേതൃത്വം തന്നെ ഞങ്ങൾ ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങളെല്ലാം പോകും എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള BJP വിരുദ്ധ രാഷ്ട്രീയം ഫലപ്രദമായിട്ട് ആദ്യം മുതലേ കൈകാര്യം ചെയ്യുന്നതിൽ വരുത്തിയ വീഴ്ചയിൽ നിന്നാണ് കോൺഗ്രസിൻ്റെ തന്നെ അണികൾക്ക്, പ്രത്യേകിച്ച് അതിൻ്റെ സംസ്ഥാന നേതാക്കൾക്ക് ഇങ്ങനെ ഒരു വ്യത്യസ്തതയോടുകൂടി നിലനിൽക്കേണ്ടി വരുന്നത് എന്ന കാര്യം കോൺഗ്രസ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇടതുപക്ഷ പാർട്ടികൾ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചു. വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണെന്ന നിലപാട് വെച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി പണി പൂർത്തിയാവാത്ത രാമക്ഷേത്രം, 25ൻ്റെ അവസാനം മാത്രം പൂർത്തിയാകുന്ന രാമക്ഷേത്രം 24 ആദ്യം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ്, വിശ്വാസത്തെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്തുന്ന സമീപനമാണ്, വർഗീയ നിലപാടാണ് എന്ന് ഇടതുപക്ഷം ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ചിരുന്നു. ഈ മതനിരപേക്ഷ നിലപാടിന് അംഗീകാരം നൽകുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അവസാനം യഥാർത്ഥത്തിൽ നിലപാടിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമ്മർദ്ദം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന തലങ്ങളിലൊക്കെയുള്ള കോൺഗ്രസ് നേതൃത്വം 2 തട്ടിലാണെങ്കിൽ പോലും അതിൻ്റെ ദേശീയ നേതൃത്വം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും ജനകീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇടതുപക്ഷത്തിൻ്റെ നിലപാടും സ്വാധീനവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അനിവാര്യമാണെന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള സമീപനത്തിലേക്ക് കോൺഗ്രസിന് പിന്നീട് എത്തിച്ചേരേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ജനകീയ താൽപ്പര്യങ്ങളും സംരക്ഷിക്കും വിധം അന്ന് ഇടതുപക്ഷം ഇടപെട്ടിരുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് രണ്ടാം UPAക്ക് തിരിച്ചു വരാൻ യഥാർത്ഥത്തിൽ സാധിച്ചത്. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയില്ലാതെ രണ്ടാം UPA ഭരിക്കുകയും അവരുടെ ജനവിരുദ്ധ നിലപാടുകൾ, അതിൻ്റെ നയങ്ങൾ നല്ലതുപോലെ പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം കോൺഗ്രസ് പരാജയപ്പെടുകയും BJP അധികാരത്തിൽ വരികയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദേശീയ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ പാർലമെന്റിലും ഇടതുപക്ഷത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. മതനിരപേക്ഷതയും ജനകീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതും
ഞാൻ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിൻ്റെ വ്യക്തതയോടുള്ള കാഴ്ചപ്പാട് അനിവാര്യമാക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാനാവുക. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത രണ്ടാമത്തെ ഭാഗം കേരളത്തിൽ അതിൻ്റെ ചരിത്രത്തിൽ ജനാധിപത്യ മുന്നേറ്റത്തിൽ പുതിയ സംഭാവന നൽകുന്നതാണ് നവകേരള സദസ് എന്ന പരിപാടി എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനാധിപത്യത്തിൻ്റെ പുതിയ മുഖം മുന്നോട്ടേക്ക് വെച്ച LDF സർക്കാരിൻ്റെ മറ്റൊരു ചുവടുവെപ്പായിരുന്നു നവകേരള സദസ്. സർക്കാർ അനുഭവിക്കുന്ന കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം അത് ജനങ്ങളുടെ മേലെയാണ് കൃത്യമായിട്ട് വന്ന് ഭവിക്കുക എന്ന കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. മാധ്യമങ്ങൾ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ജനങ്ങൾക്കായി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒരു ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ അധ്യായം ഇതിലൂടെ തുറക്കപ്പെട്ടു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അവ പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുകയുണ്ടായി. പ്രഭാത യോഗങ്ങളിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള നിരവധി ആളുകൾ, അത് കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള നിരവധി പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ആശയവിനിമയം ഈ പരിപാടിയിലൂടെ നമുക്ക് പൊതുവായ കേരളത്തിൻ്റെ ഒരു ചിത്രം ലഭിക്കാനിടയായിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ വിശദീകരിച്ചത്. നിരവധി നൂതനമായ ആശയങ്ങൾ ഇതിൻ്റെ ഭാഗമായി സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവ പരിശോധിച്ച് പ്രാവർത്തികമാക്കാനുള്ള നടപടിയിലേക്ക് കൂടി സർക്കാർ കടക്കുകയാണ്. ലക്ഷക്കണക്കിന് അപേക്ഷകളാണ് നിവേദനങ്ങളായി ഗവൺമെന്റിന്റെ മുന്നിൽ ഈ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും നിലപാടുകൾ സ്വീകരിക്കാനും പ്രത്യേക സംവിധാനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. വകുപ്പ് തലത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. എല്ലാ ജില്ലയിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഈ പരാതികൾ സംബന്ധിച്ചുള്ള പരിഹാരം കണ്ടെത്തുന്നതിനും നിലപാടുകൾ സ്വീകരിക്കാനും ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നപരിഹാരത്തിന് ഒരു വലിയ ശൃംഖല മുഴുവൻ തീർത്ത് ഗവൺമെൻറ് ആകെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സംവിധാനം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ജനാധിപത്യ മുന്നേറ്റത്തിന് പുതിയ സംഭാവനയായി ഇത് മാറുകയാണ്. ഏതാണ്ട് 35 ലക്ഷം ജനങ്ങളുമായി സംവേദിക്കാൻ ജാഥക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ പങ്കെടുത്ത, അതായത് നേരിട്ട് പങ്കെടുത്ത ജനങ്ങളിൽ പകുതിയിലധികം എല്ലാ സ്ഥലത്തും സ്ത്രീകളാണ് എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഉൾപ്പെടെ ഏതാണ്ട് 1.5 കോടി ജനങ്ങളുമായി നവകേരള സദസ്സിന് സംവേദിക്കാനായി. അത് വളരെ വലിയ ഒരു ജനസമുച്ചയമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച പരിപാടിയായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നവകേരള സദസ്സിൽ ലക്ഷങ്ങളെ അണിനിരത്തി മുന്നോട്ടേക്ക് പോയപ്പോൾ UDF നടത്തിയ ബദൽ പരിപാടി ജനങ്ങളില്ലാതെ ശോഷിച്ചു പോയതും ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകളാണ്. നവകേരള സദസ്സിന് ജനപിന്തുണ ഏറുകയും UDFന്റെ ബദൽ പരിപാടി തകരുകയും ചെയ്തതോടെ
ജനക്കൂട്ടത്തിലേക്ക് കയറി അങ്കലാപ്പുണ്ടാക്കുന്നതിന് വേണ്ടി, അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പിന്നീട് കേരളത്തിൽ നമ്മൾ കണ്ടത്. നവകേരള സദസ്സിന്റെ സമാപന നാളുകളിലേക്ക് കലാപം ആഹ്വാനം ചെയ്ത് മുമ്പോട്ടേക്ക് പോയ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി നേതൃത്വത്തെയുമാണ് കേരളത്തിൽ ജനങ്ങൾക്ക് കാണാൻ സാധിച്ചത്. രാഷ്ട്രീയമായ സമനില തെറ്റലാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള പ്രകോപനങ്ങളും പ്രകടനങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ. അത് വേറെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒന്നായിട്ട് കാണേണ്ടതില്ല. മാധ്യമ രംഗത്ത് അതിശക്തിയായ കടന്നാക്രമണത്തിന് വിധേയമാവുന്ന പാർട്ടിയും പ്രസ്ഥാനവുമായി ഇടതുപക്ഷ പാർട്ടിയും ഗവൺമെൻറ്റും ഒക്കെ മാറി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ദേശാഭിമാനിയുടെ കൂപ്പി വർദ്ധിപ്പിക്കുക, വരിക്കാരുടെ എണ്ണം കൂട്ടുക എന്നുള്ളതെല്ലാം സാധാരണ നിലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തന്നെ കൂടി ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. കോഴിക്കോടാണ് ആദ്യം പ്രസിദ്ധീകരണം ആരംഭിച്ച കേന്ദ്രം. അതിപ്പോൾ ചില പത്രങ്ങളൊക്കെ പാലോറ മാതയെല്ലാം ഓർമ്മിപ്പിച്ച് അതെല്ലാം ഇവിടെ പോവുകയാണ്. അതൊന്നും ഓടി പോകാൻ പോകുന്നില്ല, അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഉണ്ട്. കോഴിക്കോട് ബ്യൂറോൻ്റെ ആസ്ഥാനം ഇപ്പോഴും ആ കേന്ദ്രത്തിൽ തന്നെയാണ്, അത് മാറുന്നില്ല. എന്നാൽ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയുള്ള പത്രം ഇറക്കുന്നതിന് വേണ്ടി കോഴിക്കോട് തന്നെ വേറൊരു സ്ഥലം കണ്ടെത്തുകയും തറക്കല്ലിടുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഭാഷാ ന്യൂനപക്ഷങ്ങളിലേക്ക് പാർട്ടിയുടെ സന്ദേശം എത്തിക്കുന്നതിന് കന്നഡ ഭാഷയിൽ ദേശാഭിമാനി പ്രസിദ്ധീകരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത മാസം അത് പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതുപോലെ ദേശാഭിമാനി ഗൾഫ് ഓൺലൈൻ പത്രം ഇപ്പോൾ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വാരാന്ത പതിപ്പ് എല്ലാ ശനിയാഴ്ചകളിലും പ്രസിദ്ധീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരി 9 നടക്കാൻ പോവുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ആര് ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിന് 3-അംഗ സമിതിയെ നിയോഗിച്ചു. 4 മാസത്തിനകം അന്വേഷണം പ്രഖ്യാപിച്ചു. ഈ അന്വേഷണത്തെ എങ്ങനെയാണ്? അല്ല, അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾക്ക് എന്താ അന്വേഷണം നടക്കുന്നത്? എന്തെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. ഇവിടെ ആർക്കാ അതിൻ്റെ മേലെ ഒരു പ്രയാസം? ഇതിപ്പോൾ രാഷ്ട്രീയമായ ഒരു പകപോക്കലിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് കടുത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പല സ്ഥലത്തും നമുക്കെല്ലാം അറിയുന്നത് പോലെ അവസരവാദപരമായ നിലപാടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്കെതിരായിട്ട് വരുന്നത് ED, അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് അവർ പറയും. എന്നാൽ നമുക്കെല്ലാം അറിയാം ഇപ്പോഴും ഇന്ത്യയുടെ വിധമേ ഇപ്പോൾ പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിക്കെതിരായിട്ട് ഇപ്പോൾ 2 പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ്. ആ ജയിലിൽ കിടത്തിയതിനെ സ്വാഗതം ചെയ്യുന്നതാണ് കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ നിലപാട്. എന്നാൽ പൊതുവായിട്ട് അവർ പറയുമ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഈ കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെ സംബന്ധിച്ച് നിരന്തരം പറയുന്നുമുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ കെജ്രിവാളിനെതിരായിട്ടായാലും ഇപ്പോൾ ED ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഇതെല്ലാം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. പുതുതായിട്ട് ഒരു കാര്യവും നമുക്കതിൻ്റെ അത് പറയാനില്ല. എല്ലാ കാര്യവും മുമ്പേ പറഞ്ഞു തന്നെയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ എന്ന രീതിയിൽ എഴുതി അവതരിപ്പിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. മാധ്യമങ്ങൾ അത് പണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും ചെയ്യുന്നത് മാത്രമേ കാണുകയുള്ളൂ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് ശേഷമുള്ള കാര്യം നമുക്ക് അന്നേരം അന്വേഷിക്കാം. അതിലൊന്നും ഭയപ്പെടേണ്ട ഒരു കാര്യം ഞങ്ങൾ സമ്മതിച്ചില്ല പാർട്ടിക്ക്. ഞങ്ങൾക്ക് എന്താ എക്സ്ട്രാ ബാധ്യത? എന്തെങ്കിലും ബാധ്യതയാവേണ്ട എന്ത് കാര്യമുള്ളത്? അത് ഒരു കമ്പനിയാണ് മറ്റൊരു കമ്പനിയുമായിട്ടുള്ള കരാറുണ്ടാക്കുകയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് എന്ത് ബാധ്യത വന്നിരിക്കുന്നു? നിങ്ങൾ ഞങ്ങളെ മേലൊരു ബാധ്യത അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഇപ്പം തൽക്കാലം ശ്രമിക്കണ്ട. ഇതിപ്പം പിണറായി വിജയൻ്റെ മകൾ എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണമാണല്ലോ. അല്ലാണ്ട് പിണറായി വിജയനെ അതിനകത്ത് കിഴിച്ചു നോക്ക്.
അതിൽ നിന്ന് മൈനസ് ചെയ്ത് നോക്ക്, പിന്നെ എന്താ അന്വേഷണം? അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടിലേക്ക് നിങ്ങൾ മാറുകയാണ്. ആ മാറ്റത്തിന് കോൺഗ്രസും BJPയും ചേർന്ന് നിലപാട് സ്വീകരിക്കുന്നു. ഈ പെറ്റീഷൻ തന്നെ കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിൻ്റെയും BJPയുടെയും പരസ്പര ബന്ധത്തോടു കൂടി ചേർത്തിട്ടുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. പഴയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകനല്ലേ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ അവർ തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധമൊന്നും ഞങ്ങളിപ്പോൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇതെല്ലാം വെച്ചിട്ട് പത്രങ്ങളാകെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് CPM പ്രതിക്കൂട്ടിലാവും എന്നൊക്കെ ചിലർ എഴുതുന്നുണ്ട്. അതൊക്കെ അവരെ തന്നെ പ്രതിക്കൂട്ടിലാക്കുകയല്ലാണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രതിക്കൂട്ടിലാവാനുമില്ല. എന്നോട്ടെ, അതെല്ലാം പരിശോധിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിലൊന്നും പ്രശ്നമില്ല. വകുപ്പല്ല, ഏത് വകുപ്പായാലും കുഴപ്പമില്ല. ഏത് വകുപ്പിനെ സംബന്ധിച്ചായാലും ആരെ പറ്റിയായാലും എന്തിനെ പറ്റിയായാലും അന്വേഷിക്കുന്നല്ലേ പറയുന്നത്. അന്വേഷിക്കട്ടെ. അത് വരാൻ 4 മാസം ഉണ്ടല്ലോ. 4 മാസം കഴിഞ്ഞിട്ട് വരട്ടെ, അപ്പോൾ നമുക്കത് പറയാം. വെറുതെ ആവശ്യമില്ലാണ്ട് ഏജൻസി നടത്താൻ പോകുന്നത്, അന്വേഷണം നടത്താൻ പോകുന്നതുകൊണ്ട് അതിൻ്റെ മേലെ കയറി പിടിക്കണം എന്ത് കാര്യമുണ്ട്? അത് വരട്ടെ. ഭയന്നോട്ടെ, ഭയക്കേണ്ട കാര്യമില്ല. അന്വേഷണം നടത്തിക്കോട്ടെ എന്ന് സർക്കാർ ഏജൻസിയല്ലേ അന്വേഷിക്കുന്നത്. അന്വേഷിക്കട്ടെ. അതിലെന്താ നിങ്ങൾക്ക് ഇത്ര വലിയ ബേജാറ്? നിങ്ങൾക്ക് ബേജാറൊന്നുമില്ല. ഞങ്ങൾക്കൊട്ടും ബേജാറില്ല. ഞങ്ങൾക്കൊരു ബേജാറും അതിലില്ല. നിങ്ങൾക്ക് ബേജാറുണ്ടെങ്കിൽ അത് നിങ്ങളിങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങളത് ഭയങ്കരമായിട്ട് വേറെ രീതിയിൽ ചിത്രീകരിച്ചത്. വ്യക്തിപൂജ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോടല്ലേ സംസാരിച്ചത്? ഞാൻ വ്യക്തിപൂജ നടത്തിയതാ? ഞാൻ പറയുന്നത്, ഞാൻ അന്ന് നിങ്ങളോട് വ്യക്തിപൂജയാണോ നടത്തിയത്? അന്ന് ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. നിങ്ങൾ വെറുതെ വേണ്ടാത്ത പ്രചാരവേല നടത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞത് എന്താ? കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടിയെയും, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷ പാർട്ടികളെയും അതിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും വേട്ടയാടാൻ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചത്, എന്നാലും ഈ പറയുന്ന ഏജൻസികളൊന്നും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി, അത് മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ്. കാരണം അടുത്തെത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അത് അന്നും പറഞ്ഞത് ശരി, ഇന്നും പറഞ്ഞത് ശരി. ഒരു വ്യക്തിപൂജ അതിൻ്റെ അകത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിക്ക്, നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളല്ല കേട്ടോ, കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ്. തെറ്റായ ഒരു കാര്യത്തിനും അതിനടുത്തെത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെ വിശദീകരിച്ച് നിഷ്കളങ്കരായ ഒരുപാട് സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ സാധിച്ചതിനോടൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. നിങ്ങളുടെ പിന്നിൽ തന്നെ വരാൻ ഞാൻ ഇല്ലതാനും. അതുകൊണ്ടാണ് ഇതേവരെ പറയായിരുന്നത്. സൂര്യനൊന്നല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ അതിൻ്റെ സംശയം. അതായത് അഗ്നിയാണെന്നൊക്കെ പറയുന്നില്ലേ, ആ അഗ്നിക്ക് കുറച്ചും കൂടി ശക്തിയായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സൂര്യനാണ്, അത്രയേ ഉള്ളൂ. കാണാം. ഞാൻ അന്നിരുന്നു MD വാസുദേവൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോഴല്ലേ MD വാസുദേവൻ പറഞ്ഞു. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും സാധാരണക്കാരായാലും കൃഷിക്കാരായാലും കർഷക തൊഴിലാളിയായാലും ആദിവാസിയായാലും അവരെല്ലാം ക്രിയാത്മകമായിട്ട് ഉന്നയിക്കുന്ന എല്ലാ വിമർശനത്തെയും നല്ല കാത് കൂർപ്പിച്ച് നല്ല കണ്ണോടെ കാണാനും കേൾക്കാനും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വല്ല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാക്കാനും സദാ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. ഏതെങ്കിലും ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഏതെങ്കിലും ഒരു വിമർശനമല്ല. ഇങ്ങനെ വരുന്ന സമൂഹത്തിൻ്റെ മുന്നിലുള്ള മുഴുവൻ കാര്യങ്ങളെയും ക്രിയാത്മകമായി പരിശോധിക്കാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താനും തയ്യാറായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. പണ്ടാരോ പറഞ്ഞ പോലെ ഞങ്ങൾ പിടിച്ച മുയലിൽ 2 കൊമ്പ് എന്ന് പറയുന്നത് നിൽക്കുന്ന നിലപാടേ CPIM-നില്ല. ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാം മാറ്റത്തിന് വിധേയമാണ്. മാറാത്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് അനുസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ്. അതുകൊണ്ട് മാറ്റത്തിന് വിധേയമാവാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM എന്ന തെറ്റിദ്ധാരണ വേണ്ട. ഞങ്ങളുടെ ദർശനപരമായ സമീപനം തന്നെ ഈ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് ആരുടെയും ഏതെങ്കിലും ഒരാളുടെ പേര് പറയേണ്ടിയില്ല, ആരുടെയും വിമർശനം കേൾക്ക്. നിങ്ങൾ പത്രങ്ങളെല്ലാം പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്, വളരെ വ്യക്തമാണ്. ഏത് വിമർശനപരമായ നിലപാടിനെയും ശരിയായ രീതിയിൽ കാണാനും മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താനും
ഞങ്ങൾ തെറ്റിതിരുത്തൽ പ്രക്രിയ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, എപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ലേ. ഞങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ തെറ്റിതിരുത്തൽ നടപടി സ്വീകരിക്കുന്നുണ്ട്. പിന്നെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളിലും ആ നിലപാട് സ്വീകരിച്ചു പോവുകയാണ് പാർട്ടി ചെയ്യുക. അതേ അതിൽ കാണേണ്ടി ഉള്ളൂ, അത്രയേ ഉള്ളൂ. നിങ്ങളെ അതാ ഞാൻ പറഞ്ഞ അതൊന്നും അങ്ങനെയല്ല, അടർത്തിയെടുത്തിട്ട് പറയുന്നതാണ്. അതായത് ശരിയായ പ്രയോഗത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുകയും ആ ആവശ്യമുള്ളത് കൊടുത്തിട്ട് അതിങ്ങനെ വ്യക്തി പൂജയുടെക്കാണ്. ഞങ്ങൾ വ്യക്തി പൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ല. ഞാനത് മുമ്പേ വ്യക്തമാക്കിയല്ലോ. വ്യക്തി പൂജ അംഗീകരിക്കുന്ന ഒരു പാർട്ടിയല്ല CPIM. ഞങ്ങൾക്ക് എല്ലാവർക്കും താത്വിക അടിത്തറയുണ്ട്. ഒരാൾക്ക് മാത്രം താത്വിക അടിത്തറ, ബാക്കിയില്ല അവർക്ക് താത്വിക അടിത്തറ ഇല്ലാന്ന് ധരിക്കണം. നിങ്ങൾക്കെല്ലാം താത്വിക അടിത്തറയുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എതിരാന്ന് മാത്രമേ ഉള്ളൂ. അടിത്തറയില്ലാതെ പ്രശ്നമില്ല, നല്ല അടിത്തറകൾക്കെല്ലാം ഉണ്ട്. ഇല്ല, ആൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറച്ചാൾക്ക് മാത്രമേ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളൂ. ആൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്നോട് തന്നെ വിളിച്ച് പറഞ്ഞല്ലോ അതെന്നെ പ്രയോഗിക്കേണ്ടിയിരുന്നു. അതാ കാര്യം. അതായത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കാണേണ്ടത് എല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെടുമ്പോൾ ആ അക്രമത്തിന് നിൽക്കുമ്പോൾ തന്നെ അവർക്ക് അടുക്കാൻ സാധിക്കാതെ എന്തുകൊണ്ട് എന്നുള്ളത് നല്ലതുപോലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ചാൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായതല്ല നിങ്ങൾ പ്രകടിപ്പിക്കുക. അത് മാനേജ്മെന്റ് താല്പര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായതല്ല നിങ്ങൾ പ്രകടിപ്പിക്കുക. അത് മാനേജ്മെന്റ് താല്പര്യമാണ്. അത്രയേ ഉള്ളൂ. ജനകീയ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി തുടർച്ചയായി നടക്കും. ജനങ്ങൾക്ക് ഭയമില്ല എന്ന് അതല്ലേ പറയുന്നത്. ജനങ്ങൾ ഭയങ്കര ആവേശത്തോടെയാണ് കണ്ടതെന്ന്. ജനങ്ങളൊന്നും ഭയപ്പെട്ടിട്ടില്ല. ചിലരും ഭയപ്പെട്ടിട്ടില്ല. ചിലർ ഭയപ്പെട്ടിട്ടില്ല. നിങ്ങളെ മാനേജ്മെന്റ് സംവിധാനമാണ് ഭയപ്പെട്ടത്. അത്രയേ ഉള്ളൂ. ഞാൻ അടച്ചിടത്തിൽ തന്നെ കാണുന്നു. നിങ്ങളെല്ലാം ഈ പറയുന്ന കുത്തക മുതലാളിത്തത്തിൻ്റെയും അതുപോലെ ഈ പറയുന്ന ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്പ്രദായിത്വ ധനമൂലധന ശക്തിയുടെയും വക്താക്കളാണ് എന്ന് ഞാൻ പറയണോ? വേണ്ട. നിങ്ങൾ ആരും അങ്ങനെയല്ല. എന്നാൽ നിങ്ങളുടെ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിന് ഈ വർഗപരമായ വീക്ഷണവും നിലപാടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് രണ്ടായിട്ട് തന്നെ കാണുന്നതല്ലേ. ഞാനും അങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. യെസ്. തൊഴിലാളികൾക്ക് അംഗീകരിച്ചു. അത്രയും നന്നായി. നിങ്ങളെ തൊഴിലാളികൾക്ക് അംഗീകരിച്ചുകൊണ്ടാണോ? ഇനി അടുത്ത് പറഞ്ഞു. ഇത് ആദ്യം വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ. 2003 ഇന്ന് എത്ര കൊല്ലമായി? 20 കൊല്ലം മുമ്പാണ് അദ്ദേഹം ഇത് എഴുതിയത്. അന്ന് ആരായിരുന്നു കേരളത്തിൽ? അല്ലേ? നമ്മൾ CPM അല്ലല്ലോ. അപ്പൊ അന്ന് അത് എഴുതുമ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഇന്ന് പറയുന്നത്? ഇതുപോലെയാണെങ്കിൽ അന്ന് ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയത്? പറ നിങ്ങൾ. അപ്പം വേറെ നോക്കുക. അന്ന് 2003 ഇത് എഴുതുമ്പോ ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയതെന്ന് അത് പറ. അത് ഉത്തരം പറഞ്ഞിട്ടാകുമ്പോൾ ഞാൻ പറയാം. ആരെയാ? ആന്റണിയെ ഉദ്ദേശിച്ചിട്ടാണല്ലേ? ഉറപ്പല്ലേ? അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പില്ല അല്ലേ? നിങ്ങൾക്ക് അന്ന് ഉറപ്പില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഉറപ്പാണ്. ഇത് പിണറായിനെ സംബന്ധിച്ചും CPM-നെ പറ്റിയാണ് പറഞ്ഞത് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഉറപ്പും 2003 AK ആന്റണിയെ പറ്റിയാണ് പറഞ്ഞത് എന്നുള്ളതിന് ഉറപ്പില്ലാതിരിക്കുകയും ചെയ്യുന്നത് വർഗപരമാണ്. അതാ കാര്യം. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. 2003 2023 അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ വിമർശനപരമായിട്ടാണ് കാര്യങ്ങളെങ്കിൽ അത് ഏത് വിമർശനത്തെയും ഞാൻ പറഞ്ഞല്ലോ സ്വാഗതം ചെയ്യുന്നു. അത് നിങ്ങളെന്തിനാ അതിൽ ബേജാറാകുന്നു? ഞാൻ ഇപ്പോഴും ഉറപ്പായിട്ട് പറയാം. അന്ന് ഏകേരണ സ്വാഗതം ചെയ്തിരുന്നില്ലല്ലോ. അത് എത്രയോ പതിറ്റാണ്ട് കഴിഞ്ഞാലും വസ്തുതാപരമായിട്ട് നിൽക്കും. അത് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കണം. അത് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കുന്ന രീതി നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ CPM-നെയും മുഖ്യമന്ത്രിയെയും ഒരു പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും പദമോ എന്തെങ്കിലും വാക്കോ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിലോ ഏതെങ്കിലും പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും പറയുന്നതിലോ ഉണ്ട് എന്ന് നോക്കുന്നതിൻ്റെ അപ്പുറത്ത് സൂക്ഷ്മാംശത്തിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന രീതി നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഭൂരിപക്ഷത്തിനും ഇല്ല. അതാ ഞാൻ പറഞ്ഞതിനകത്ത്. ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. അതെന്താ 2003 എഴുതിയത്. അതിൻ്റെ വീണ്ടും ആവർത്തനമാണ്.
ഇനി ഇത് ഉണ്ടാവുമോ? ഞാൻ ഉറപ്പായിട്ട് പറയാം, ഇനിയും ഇത് തുടരും. കാരണം ലോകത്തിൻ്റെ പൊതു ചിത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. സോവിയറ്റ് റഷ്യയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു, EMSനെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു, ഇന്ത്യയിലെയും ലോകത്തെമ്പാടുമുള്ള പൊതുവായ ഒരു ചിത്രം കൃത്യമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ അവതരിപ്പിച്ചത് ഇന്ന് ഇവിടെ കേരളത്തിൻ്റെ മാത്രമല്ല, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ്. അതിൽ ഇനിയും എത്ര കാലം തുടരുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ വിമർശനങ്ങൾ ഇനിയും തുടർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള വിമർശന രീതിയും വിമർശനവുമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. മതി, അത് മതി, ആ ഭാഗം മതി. അതെ അതെ, അത് ഇനിയും കുറെ ഈ അധികാരം ഇതൊക്കെ EMS പറഞ്ഞത് അദ്ദേഹം പറഞ്ഞല്ലോ. ആ, ഞങ്ങൾക്കൊരു തർക്കമില്ല. ഞങ്ങളിപ്പോൾ ഞാൻ നിങ്ങളോട് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഭരണകൂടവും ഭരണം തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഭരണത്തിലാണ് ഉള്ളത്, ഭരണകൂടമൊന്നും ഞങ്ങളുടെ കയ്യിലല്ല. നരേന്ദ്രമോദിയുടെ കയ്യിലുള്ള ഒരു ഭരണകൂടത്തിൻ്റെ മേലെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തെ സാമ്പത്തികമായ പരാധീനതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക പ്രതിരോധം തീർത്തുകൊണ്ട് കേന്ദ്രം ഇടപാട് സ്വീകരിക്കുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്ത് പ്രതിഫലിക്കുന്നത്. അത് നമ്മൾ കാണാതിരുന്നിട്ട് വെറുതെ ഇവിടെ ആരോടോ വിശദീകരിച്ചിരിക്കുന്നു, ആരോടോ പ്രതിഷേധിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് ഈ തുടരുമൊക്കെ ചെയ്യും, കുറേ കാലം തുടരും. EMS പറഞ്ഞത് ശരിയാണ് കേട്ടോ. അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ? തിരുവാതിര മോഡൽ ആരെപ്പോലെ? ആ ആ ആ, അത് രണ്ട് ഭാഗത്തും ഉണ്ടാവുന്നു. നിങ്ങളതിൽ അതിലൊന്നും വലിയ കാര്യത്തിലെടുക്കണ്ട. നെഗറ്റീവായ ഒരു കാര്യവും വെറുതെ മനസ്സിൽ കൊണ്ടുവന്ന് നടന്ന് ആവശ്യമില്ലാതെ ടെൻഷൻ ഉണ്ടാക്കണ്ട. ഡിപ്രഷൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അതാണ് ഡിപ്രഷൻ. ഇപ്പോൾ കേരളത്തിൽ വലിയ വിഭാഗത്തിന് ഡിപ്രഷനാണ്. എന്താ? വേണ്ടാതെ വെളുപ്പ് ബാണം മുഴുവൻ തലയിൽ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പത്രപ്രവർത്തകരെന്ന് ഇനി ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം, ഇത് മുഴുവൻ കണ്ട് ഇതെല്ലാം തലയിൽ തന്നെ വെച്ച് നമ്മുടെ മനസ്സ് കൊടുത്ത് നടക്കണ്ട. നല്ല നെഗറ്റീവായിട്ടുള്ള കാര്യം മുഴുവൻ വിട്ടുകളാണ്. ഞാനിപ്പോൾ ഹാപ്പിനെസ് ഇപ്പോൾ തുടങ്ങിയല്ലോ, കഴിഞ്ഞൊരു ഹാപ്പിനെസ് ഫെസ്റ്റിവൽ ഉണ്ടായി. ആ കൗൺസിലിംഗ് നല്ല രീതിയിൽ നമുക്ക് മനുഷ്യൻ്റെ മനസ്സ് പഠിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് എത്തണം. കേരളവും ഇന്ത്യയും ലോകം മുഴുവൻ അങ്ങനെയുള്ളൊരു നിലപാടല്ലേ നമ്മുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്. അല്ല, അദ്ദേഹം നേരെ വിപരീത ചോദ്യം ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അത് മുമ്പേ അവതരിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ എന്തെങ്കിലും പരിശോധിക്കേണ്ടിയുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിന് ഞാൻ കൃത്യമായി പറഞ്ഞത്. മലയാളത്തിലല്ലേ പറഞ്ഞത്? ആ ആ തീരുമാനം. തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേരുന്നുണ്ട് മറ്റന്നാൾ 16. ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരായിട്ട്, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കാര്യമില്ല, ജനങ്ങൾക്കെതിരായിട്ട് കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക ഉപരോധത്തിനെ പ്രതിരോധിക്കാൻ ആരൊക്കെ വരാൻ തയ്യാറുണ്ടോ അവരെല്ലാം ചേർക്കാൻ തയ്യാറാണ്. ആര്? അല്ല, ഈ LDFിൻ്റെ ഇതിലായി പോകും. ഗവൺമെൻറ്റിന് തന്നെ ഭാഗമായിട്ടാണ് പോകും. ഇല്ലില്ല, കിട്ടിയില്ല. അത് ഞാൻ 2 പ്രാവശ്യം നിങ്ങളോട് തന്നെ വിശദീകരിച്ചല്ലോ. അത് അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് മനസ്സിലാവായിട്ടാണ്. ഞാൻ പറഞ്ഞതും കോടതി പറഞ്ഞതാണ്. എന്താ കോടതി പറഞ്ഞത്? ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്ത സമ്മറിയിൽ വ്യക്തമായ ഹോസ്പിറ്റലിൻ്റെ പേരോ അതിൻ്റെ ഭാഗമായിട്ടുള്ള സീലോ ഒന്നും ആ കടലാസിൽ ഉണ്ടായിരുന്നില്ല എന്ന് കോടതി വിധിയുണ്ട്. റിമാൻഡ് ചെയ്യുന്ന വിധി അതാണ്. ഇത്രയും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നും സാമാന്യ മനുഷ്യന്മാർക്കെല്ലാം അറിയില്ലേ? അതിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ വാദിച്ചു. ഇദ്ദേഹത്തിന് രക്തം കട്ട പിടിക്കുന്ന പ്രശ്നം, അതുപോലെ തന്നെ നടുവിൻ്റെ വേദന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വക്കീൽ വാദിച്ചപ്പോൾ കോടതിക്ക് കൺഫ്യൂഷനായി. കാരണം രാവിലെ പോലീസ് തന്നെ ഡോക്ടറെ കാണിച്ചതാണ്, അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ട് കുഴപ്പമില്ലെന്നും ഹാജരാക്കിയിട്ടുള്ള കടലാസ് നോക്കുമ്പോൾ അതിന് സീലുമില്ല, അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ പേരുമില്ല, സമ്മറിയായിട്ട് കൊടുത്തിരിക്കുകയാണ്, അതിലും വലിയ കുഴപ്പമില്ലാന്ന് തന്നെയാണ് ഉള്ളത്. വാദിക്കുന്നത് പക്ഷെ ഭയങ്കര അപകടമാണ് എന്നാണ്. അങ്ങനെ രണ്ടും വന്നപ്പോൾ വീണ്ടും സാധാരണ ഇല്ലാതൊരു നിലപാട് കോടതി സ്വീകരിച്ചു. കോടതി പറഞ്ഞു, ഇപ്പോൾ
നേരത്തെയുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. അതിനാ ഈ പറയുന്ന സമ്മറിയാണ്. അത് ഹോസ്പിറ്റലിൻ്റെ പേരുമില്ല, ഈ പറഞ്ഞ പോലെ വ്യക്തതയില്ല. കോടതി തന്നെ പറഞ്ഞു വ്യക്തതയില്ല, സീലും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, കോടതി തന്നെ ഒരു കാര്യം കൂടി നോക്കാം, എന്നിട്ട് വീണ്ടും അയച്ചു. കോടതി തന്നെ അയച്ചു. ആ കോടതി അയച്ച് ഡോക്ടർമാർ പരിശോധിച്ച് വന്നു. പരിശോധിച്ചപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഗുരുതരമായ കേസ് ഒരു തരത്തിലും ജാമ്യം കൊടുക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെയാണ് റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ആ റിമാൻഡിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വിധിയിൽ അത് പുറത്ത് എല്ലാവരും കണ്ടതാണല്ലോ. ആ വിധിയിൽ ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം കൃത്യമായിട്ട് രാജ്യം മുഴുവൻ മനസ്സിലാക്കിയതിന് ശേഷം രാഹുൽ മാങ്കൂട്ടൽ എനിക്കെതിരായിട്ട് മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നു. ഞാനിതെല്ലാം പത്രസമ്മേളനം വിളിച്ചിട്ട് മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ മനോരമയിൽ അങ്ങനെയാണ് കണ്ടത്. വേറെ പത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മനോരമ വായിക്കുന്നുണ്ട്. വായിക്കാൻ മനസ്സിലാവില്ല, വിഷമല്ല. മനോരമ വായിക്കാതിരിക്കാനൊന്നും പറ്റില്ല. മനോരമയിലും നമ്മളിതെല്ലാ പത്രവും വായിക്കുന്നില്ലേ. അപ്പോൾ അതൊന്നും വായിക്കാതിരിക്കണം എന്നുള്ള നിലപാടൊന്നും ഞാൻ സ്വീകരിക്കാറില്ല. വായിച്ചുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അതുകൊണ്ട് മാപ്പ് പറയുക എന്നുള്ളതോ ഒന്നും ആരും അംഗീകരിക്കുന്ന നിലപാടല്ല. സത്യസന്ധമായിട്ടുള്ള കോടതി വിധിയുടെ ഭാഗമായിട്ട് അതിൻ്റെ പകർപ്പ് എടുത്തതിന് ശേഷം അത് നോക്കിയിട്ട് തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അന്ന് നിങ്ങളെല്ലാം പറഞ്ഞ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. ഏത് അത് വൃന്ദക്കാടൻ ഇന്നലെ പറഞ്ഞല്ലോ. വൃന്ദക്കാരൻ്റെ നിങ്ങളെല്ലാം വളച്ചൊടിച്ച് ആവശ്യമില്ലാതെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണെന്ന് അദ്ദേഹം തന്നെ അവരെന്നെ ഇന്നലെ പറഞ്ഞു. അതൊക്കെ ഒരു ജീവിതചരിത്ര കുറിപ്പിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ പഴയ കാലമുണ്ടായ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അവലോകനം ചെയ്യുമ്പോൾ അതൊക്കെ ഇന്ന് കേൾക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാവാം. വേറെ ഒന്നും അതിനകത്തില്ല. ശരിയായ നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയുന്നത്. അത് മുമ്പേ ചർച്ച ചെയ്തതാണ്. ഒരുക്കങ്ങളെല്ലാം മുമ്പ്. സ്ഥാനാർത്ഥിയൊന്നും ആയിട്ടില്ല. അതൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതോടുകൂടി സ്ഥാനാർത്ഥിയൊക്കെ വരും. അതിലും നിങ്ങൾ ഭയപ്പെടണം. മാർഗനിർദ്ദേശം അത് നിങ്ങൾ ഒരു ഭയവും വേണ്ട. ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥികളെയായിരിക്കും നിർത്തുക. 20 പാർലമെൻറ്റ് മണ്ഡലമല്ലേ ഉള്ളൂ. 20 പാർലമെൻറ്റ് മണ്ഡലത്തിലും നല്ല ഫലപ്രദമായിട്ട് ശേഷിയുള്ള സ്ഥാനാർത്ഥികളായിരിക്കും മനസ്സിലാക്കുക. പാർട്ടി പുറത്തുള്ളവരെയോ അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചില്ല. അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കേണ്ട കാര്യം. CC ഇവിടെ വെച്ചു. EMS ഒക്കെ 28, 29, 30. 28, 29, 30. അല്ല, BJP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെല്ലാം നല്ല ധാരണയാണ്. അതിപ്പോൾ 2 വംശഹത്യയുടെ അനുഭവം അവർക്കുണ്ട്. ഗുജറാത്തിൻ്റെ അനുഭവമുണ്ട്, മണിപ്പൂരിൻ്റെ അനുഭവമുണ്ട്. സ്വാഭാവികമായിട്ടും അവരെല്ലാം ഈ അനുഭവം കൂടി ചേർത്തുകൊണ്ടല്ലേ നിലപാട് സ്വീകരിക്കുക. അതിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അതിൻ്റെ അകത്ത് തന്നെ ആളുകൾ ചിലരുണ്ടാവും. പക്ഷേ പൊതുസമൂഹം BJPയുടെ വംശഹത്യയെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കുന്നവരാണ്. അതിൽ അതെ. അല്ല, കേരളത്തിൽ BJP ശത്രുപക്ഷം നിർത്തേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ BJP ഇല്ലല്ലോ. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ ഒരു സീറ്റും ലഭിക്കാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി CPIM ആണ്. അപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആലോചിക്കേണ്ടത്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് കൊണ്ടാണ്. നിങ്ങൾ ഈ സംശയം നിങ്ങൾക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇടതുപക്ഷ സ്വാധീനം വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്നവരെ തന്നെ എങ്ങനെയാണ് മാറ്റുന്നത് എന്നതിൻ്റെ തെളിവാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആയില്ലേ? വിശദമായില്ലേ?